Hi all, welcome. This is Harida KS from SNIT Edu. So, നമ്മളിന്ന് സെക്കൻഡ് ഇന്റേണൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏപ്രിൽ 22 കണ്ടക്ട് ചെയ്ത എക്സാമിന്റെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആദ്യത്തെ പാർട്ട്, വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് ഓഫ് ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം? അതിന് 3 മാർക്കാണുള്ളത്. സോ മെയിൻ പോയിന്റ് തന്നെ എഴുതുക. ഇതിന് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എന്താണ് ഡ്രെയിനേജ്, അതിന്റെ ടൈപ്സ്, മെത്തേഡ്സ്, അത് വേണ്ട. ക്ലിയർ ആയിട്ട് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് റിക്വയർമെന്റ്, മെയിൻ റിക്വയർമെന്റ് തന്നെ എഴുതുക. സോ ഏതെങ്കിലും 5 റിക്വയർമെന്റ്സ് ലിസ്റ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ എഴുതുക, ഇല്ലെങ്കിൽ 5 റിക്വയർമെന്റ്സ് ലിസ്റ്റ് ചെയ്യുക. സോ മെയിൻ ആയിട്ടുള്ളത്, surface water from carriageway and shoulder should be effectively drained off. Also, surface water from adjoining land should be prevented from entering roadway. Side drain should be of adequate capacity. Flow should not cause formation of crosscuts or erosion. Also, seepage should be drained off. First question അടുത്ത പാർട്ട്, ബി പാർട്ട്. List various failure in flexible and rigid pavement. Explain any 3 in the case of rigid pavement. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ ഏതെങ്കിലും 4 ഫെയിലിയർ ലിസ്റ്റ് ചെയ്യുക, അതിന് 1 മാർക്ക്. അതുപോലെ തന്നെ റിജിഡ് പേയ്മെന്റിലെ 4 ഫെയിലിയർ ലിസ്റ്റ് ചെയ്യുക, അതിന് 1 മാർക്ക്. ഇനി റിജിഡ് പേയ്മെന്റിന്റെ കേസിൽ ഏതെങ്കിലും 3 ഫെയിലിയർ വിത്ത് നീറ്റ് സ്കെച്ച്, അതിന്റെ റീസൺ എന്താണെന്നും കൂടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ 5 more for that. First question, the C part. Explain various road user characteristics that affect the traffic performance. അതിന് 5 മാർക്ക് ആണുള്ളത്. സോ ആദ്യം തന്നെ റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് 4 നമ്പർ ലിസ്റ്റ് ചെയ്യുക. അതെങ്ങനെയാണ് ട്രാഫിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നു ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 4 മാർക്കാണ്. റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ക്ലാസിഫിക്കേഷൻ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിസിക്കൽ, മെന്റൽ, അതുപോലെ തന്നെ ഫിസിക്കലിനകത്ത് മെയിൻ പോയിന്റ് ഗ്ലെയർ എഫക്റ്റ്, ഐഡിയ ആണെങ്കിൽ കോൺ ആംഗിൾ, വിഷ്വൽ കോൺ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് എല്ലാം അണ്ടർലൈൻ ചെയ്ത് മെയിൻ പോയിന്റ് ആയിട്ട് കാണിക്കുക. സോ മാർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്കോർ ചെയ്യാവുന്നുള്ളൂ. ഡി പാർട്ട്, ലിസ്റ്റ് എനി 5 ട്രാഫിക് സ്റ്റഡീസ്. സോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുക. Like traffic volume study, speed study, origin destination study, accident study, parking study. Second question, A part, explain any 3 traffic studies in detail with application. അതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യുക, അതിന് 1 മാർക്ക്. ഓരോന്നിന്റെയും ഡിസ്ക്രിപ്ഷന് 3 മാർക്ക്. ആ ഡിസ്ക്രിപ്ഷനകത്ത് ഓരോ ട്രാഫിക് സ്റ്റഡിന്റെയും ആപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ എന്ത് മെത്തേഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ട്രാഫിക് വോളിയം സ്റ്റഡി ആണെങ്കിൽ മാനുവൽ കൗണ്ട്, മെക്കാനിക്കൽ കൗണ്ട് ഉണ്ട്. അതുപോലെ ഒറിജിൻ ഡെസ്റ്റിനേഷൻ സ്റ്റഡി ആണെങ്കിൽ റോഡ് സൈഡ് ഇന്റർവ്യൂ ടെക്നിക്സ്, അതുപോലെ തന്നെ ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ്, അതുപോലത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ്, റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ. ഈ ഡാറ്റ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒറിജിൻ ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ ഡിസൈർ ലൈൻ, അതുപോലെ തന്നെ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, അതുപോലത്തെ കാര്യങ്ങൾ. ADT. Second question, the B part. Explain vehicular characteristics that affect the traffic performance. 5 mark question ആണ്. സോ ഏതെങ്കിലും 4 vehicular characteristics ലിസ്റ്റ് ചെയ്യുന്നതിന് 1 മാർക്ക്. ഓരോന്നും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 4 മാർക്ക്. സോ 2 ക്ലാസിഫിക്കേഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഡൈനാമിക്കും. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഡയമെൻഷൻ, അതായത് വെഹിക്കിളിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ തന്നെ വെയിറ്റ്, ടേണിംഗ് റേഡിയസ് ഒക്കെയാണ് വരുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ്, ആക്സലറേഷൻ, ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ട്രാഫിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്. സി പാർട്ട്, എക്സ്പ്ലെയിൻ ദി ടേം സൂപ്പർ വേവ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് സൂപ്പർ വേവ്? സുപ്പീരിയർ പെർഫോമിംഗ് അസ്ഫാൾട്ട് പേയ്മെന്റ്. എന്താണ് ഈ സൂപ്പർ വേവ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്, അതുപോലെ തന്നെ ഇതിന്റെ മിക്സ് ഡിസൈനിന്റെ ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണ്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ മെൻഷൻ ചെയ്ത് ആൻസർ ചെയ്യുക. Third question, A part.
What are the basic requirements of intersection at grade? 4 mark question ആണ്. ഏതെങ്കിലും 5 requirements explain ചെയ്യുക. Such as at the intersection, area of conflict should be minimum, relative speed or the angle of approach should be as small as possible, adequate visibility should be available for vehicle approaching the intersection, sudden change in path should be avoided, proper sign should be provided to one driver. B part, explain various traffic sign with neat sketch. 7 mark question ആണ്. ആദ്യം തന്നെ ട്രാഫിക് സൈൻസ് ലിസ്റ്റ് ചെയ്യുക. അത് 1 മാർക്ക്. അതായത് റെഗുലേറ്ററി സൈൻ, വാർണിംഗ് സൈൻ, ഇൻഫർമേറ്ററി സൈൻ. ഇത് ഓരോന്നും വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോന്നിനും 2 മാർക്ക് വെച്ചു. സി പാർട്ട്, എക്സ്പ്ലെയിൻ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ സൈറ്റ് സെലക്ഷൻ ഫോർ എയർപോർട്ട്. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 5 ഫാക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുക. അതിന് 1 മാർക്ക്. ഓരോന്നും എങ്ങനെയാണ് സൈറ്റ് സെലക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ മെയിൻ പോയിന്റ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം ആണ് ട്രാഫിക് സിഗ്നൽ ഡിസൈൻ്റെ ആണ്. സോ ആവറേജ് നോർമൽ ഫ്ലോ തന്നിട്ടുണ്ട്. എ ആൻഡ് ബി രണ്ട് റോഡിലെയും. അതുപോലെ തന്നെ സാച്ചുറേഷൻ ഫ്ലോയുടെ വാല്യൂസും തന്നിട്ടുണ്ട്. റെഡ് ടൈം, ഓൾ റെഡ് ടൈം എന്ന് പറയുന്നത് 12 സെക്കൻഡ് ആയി തന്നിട്ടുണ്ട്. വെബ്സ്റ്റേഴ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് 2 ഫേസ് ട്രാഫിക് സിഗ്നൽ ഡിസൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അതിന് തന്നെ ഇതിന്റെ സ്റ്റെപ്പിൽ ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ വാല്യൂ, അതായത് നോർമൽ ഫ്ലോ ഡിവൈഡഡ് ബൈ സാച്ചുറേഷൻ ഫ്ലോ എയുടെയും ബിയുടെയും കാൽക്കുലേറ്റ് ചെയ്ത് അത് സമ്മപ്പ് ചെയ്യുന്നതിന് 1 മാർക്കാണ്. അത് കഴിഞ്ഞ് ഒപ്റ്റിമം സൈക്കിൾ ടൈമിന്റെ ഇക്വേഷൻ 2 മാർക്ക്. എൽ സി ഈക്വൽ ടു 1.5 എൽ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ. അത് കഴിഞ്ഞ് ഇതിന്റെ കറക്റ്റ് വാല്യൂവിന് 2 മാർക്ക്. ടോട്ടൽ ലോസ് ടൈമിന്റെയും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒപ്റ്റിമം സൈക്കിൾ ടൈം ഇൻ സെക്കൻഡിൽ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എഫക്റ്റീവ് ഗ്രീൻ ടൈം പെർ സൈക്കിൾ. അതിന് 1 മാർക്കാണ്. അതായത് സി നോട്ടിൽ നിന്ന് ടോട്ടൽ ലോസ് ടൈം മൈനസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എഫക്റ്റീവ് ഗ്രീൻ ടൈം പെർ ഫേസ്. എയിലെയും ബിയിലെയും എഫക്റ്റീവ് ഗ്രീൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് 2 മാർക്കാണ്. അത് എയിലെ നോർമൽ ഫ്ലോ ഡിവൈഡഡ് ബൈ ക്രിട്ടിക്കൽ ഫ്ലോ റേഷ്യോ ഇൻറ്റു സി നോട്ട് മൈനസ് എൽ. ഫൈനലി ഫേസ് ഡയഗ്രാം രണ്ടിനെയും വരയ്ക്കുക. അതിന് 2 മാർക്ക്. ബി പാർട്ട്, ഡിഫൈൻ സാച്ചുറേഷൻ ഫ്ലോ, ഫേസ് ആൻഡ് സൈക്കിൾ ലെങ്ത് ഓഫ് ദ ട്രാഫിക് സിഗ്നൽ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ സാച്ചുറേഷൻ ഫ്ലോ എന്താണ്, അതുപോലെ തന്നെ അത് ലോസ് ടൈം വെച്ചിട്ട് ഒരു ഡയഗ്രാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. Maximum flow that can pass through an intersection without impedance by the signal. Phase 1.5 mark. The part of a cycle allocated to any combination of traffic movement receiving right of way simultaneously during one or more interval. Next, cycle length. It's a 2 mark question. Time in second that it takes a signal to complete one full cycle of indication. ഇതിന്റെ ഒരു നീറ്റ് പിക്ചറും കൂടെ വരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. സി പാർട്ട്, ലിസ്റ്റ് എനി 6 എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ പ്ലാനിംഗ് ഓഫ് എയർപോർട്ട്. ഏതെങ്കിലും 6 ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഓരോന്നും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ എയർക്രാഫ്റ്റ് ഡയമെൻഷൻ ഒക്കെ ആണെങ്കിൽ അതൊക്കെ പിക്ചർ വൈസ് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ലിസ്റ്റ് ചെയ്യുക. Fifth question, a part, what is Windrose diagram? Explain how type 1 Windrose diagram is used for determination of runway orientation. It's a 6 mark question. So first define what is Windrose diagram and its types, that is type 1, type 2. Next, എന്താണ് ഇത് വരയ്ക്കുന്നതുകൊണ്ടുള്ള purpose, അത് 1 mark. Next, type 1 Windrose diagram explain ചെയ്യുക. അതിന് 3 marks. അത് define ചെയ്യണം, ഓരോ ആക്സസിലും ഏതൊക്കെയാന്ന് പറയണം, അതുപോലെ തന്നെ സ്കെച്ച് ചെയ്യണം. നെക്സ്റ്റ് എയർപോർട്ടിന്റെ ഒരു പ്രോബ്ലം ആണ്. ബേസ് ലെങ്ത് കറക്റ്റ് ചെയ്യാനുള്ളതാണ്. ആക്ച്വൽ റൺവേ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. എലവേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മാക്സിമം ആൻഡ് മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എലവേഷൻ ഡിഫറൻസ് മാക്സിമം തന്നിട്ടുണ്ട്. ബേസിക് റൺവേ ലെങ്ത് 1260 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ലെങ്ത് ഓഫ് റൺവേ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ
എലവേഷൻ കറക്ഷന് 2 മാർക്കാണ്. എലവേഷൻ കറക്ഷന്റെ ഇക്വേഷൻ ആദ്യം എഴുതിയിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആ കറക്ഷന് 1 മാർക്ക്. അത് വെച്ചിട്ട് ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്. അടുത്തത് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ, അതിന് ടോട്ടൽ 4 മാർക്കാണ്. അതിന്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 1 മാർക്ക്, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 മാർക്ക്. ഇതിൽ നിന്ന് ടെമ്പറേച്ചർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 1 മാർക്ക്, അതായത് 1/100 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഇൻറ്റു റൺവേ ലെങ്ത്. ഇത് യൂസ് ചെയ്തിട്ട് ആക്ച്വൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 1 മാർക്ക്. നെക്സ്റ്റ് കറക്ഷൻ ഫോർ ഗ്രേഡിയന്റിന് ടോട്ടൽ 3 മാർക്കാണ്. അതാദ്യം കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 20% ഫോർ 1% എഫക്റ്റീവ് ഗ്രേഡിയന്റിന് 20% എന്നുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നു. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 1 മാർക്ക്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നതിന് 0.5% എഫക്റ്റീവ് ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് 1 മാർക്ക്. അതുപോലെ തന്നെ കറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്. നെക്സ്റ്റ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് ഇതെല്ലാം കൂടെ ഫൈനൽ കറക്ഷൻ ആണ്. അത് 1820 എന്ന് കിട്ടുന്നു. Then check. ഫൈനലി ടോട്ടൽ കറക്ഷൻ എന്ന് പറയുന്നത് എലവേഷന്റെയും ടെമ്പറേച്ചറിന്റെയും കൂടെ 35% കൂടാൻ പാടില്ല, കുറവായിരിക്കണം. സോ അത് ചെക്ക് ചെയ്യുക, അതിന് 1 മാർക്ക്. Next, sixth question. Discuss facilities to be provided and factors considered for planning an airport terminal. ഇത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ആദ്യം തന്നെ എന്താണ് എയർപോർട്ട് ടെർമിനൽ എന്ന് ജസ്റ്റ് 2-3 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും 5 ഫെസിലിറ്റീസ് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന് 5 മാർക്ക്. ടെർമിനൽ ബിൽഡിംഗിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബാങ്ക്, ക്ലോക്ക് റൂം, ജനറൽ ഷോപ്പ്, ഇൻഫർമേഷൻ ഡെസ്ക്, മെഡിക്കൽ യൂണിറ്റ്, സ്പേസ് ഫോർ കസ്റ്റംസ്, ഇമിഗ്രേഷൻ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്.